IPLന്റെ ക്വാളിഫയർ 1ലേക്ക് യോഗ്യത നേടുന്ന രണ്ടാമത്തെ ടീമാവാൻ ഉറപ്പിച്ചിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസുമായിട്ടായിരിക്കും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഏറ്റുമുട്ടുന്നത്. രാത്രി 7:30 മുതൽ LSGയുടെ തട്ടകമായ ഏഗാന സ്റ്റേഡിയത്തിലാണ് ഈ പോരാട്ടം നടക്കുന്നത്. ഈ കളിയോടെ ലീഗ് ഘട്ടത്തിലെ മത്സരങ്ങളും പൂർത്തിയാവുകയാണ്. പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് RCB ഉള്ളത്. 13 മത്സരങ്ങളിൽ നിന്നും 17 പോയിന്റാണ് അവരുടെ ആകെ സമ്പാദ്യം. 8 മത്സരങ്ങളിലാണ് RCB ഇതിനോടകം തന്നെ ജയിച്ചിരിക്കുന്നത്. 4 എണ്ണത്തിൽ അവർ തോൽവി വഴങ്ങിയപ്പോൾ ശേഷിച്ച ഒരു മത്സരം ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. ഇന്ന് ജയിക്കാൻ സാധിച്ചാൽ 19 പോയിന്റുമായി RCBക്ക് 2-ാം സ്ഥാനത്തേക്ക് കയറാൻ സാധിക്കും. ഒപ്പം ക്വാളിഫയർ 1ലേക്കും യോഗ്യത നേടും. പഞ്ചാബ് കിങ്സ് ആയിരിക്കും അവിടെ RCBയുടെ എതിരാളികൾ. എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും കൊമ്പ് കോർക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് RCB തോറ്റാൽ പഞ്ചാബും GTയും തമ്മിലായിരിക്കും ആദ്യ ക്വാളിഫയർ. എലിമിനേറ്റർ RCBയും മുംബൈയും പോരടിക്കുകയും ചെയ്യും. എന്നാൽ പോയിന്റ് പട്ടികയിൽ 7-ാം സ്ഥാനത്തുള്ള ഋഷഭ് പന്തിന്റെ LSG ടീം ഇന്ന് RCBയെ വീഴ്ത്തി ജയത്തോടെ സീസൺ അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ്. 13 മത്സരങ്ങളിൽ നിന്നും 13 പോയിന്റാണ് LSGയുടെ പക്കലുള്ളത്. ഇപ്പോൾ 6 മത്സരങ്ങളിൽ മാത്രമേ ഋഷഭിന്റെ ടീം ജയിച്ചിട്ടുള്ളൂ. ശേഷിച്ച 7ലും തോൽവിയായിരുന്നു ഫലം. ഈ സീസണിൽ RCBയും LSGയും തമ്മിൽ മുഖാമുഖം വരുന്ന ആദ്യത്തെ മത്സരം കൂടിയായിരിക്കും. ടൂർണമെന്റിലെ ഇതുവരെയുള്ള കണക്കുകൂട്ടലുകൾ എടുത്താൽ LSGക്കെതിരെ നേരിയ മുൻതൂക്കം RCBക്ക് തന്നെയാണ്. 5 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ 3 എണ്ണത്തിൽ ജയം RCBക്കായിരുന്നു. LSG 2 കളികളും ജയിച്ചു കയറി. ലക്നൗ സൂപ്പർ ജയൻസ് താരങ്ങൾ ആരൊക്കെയാണ്? മിച്ചൽ മാർഷ്, ആര്യൻ ജുയൽ, നിക്കോളാസ് പൂരൻ, ഋഷഭ് പന്ത്, ആയുഷ് ബഡോണി, അബ്ദുൾ സമാദ്, ഷർദുൽ ഠാക്കൂർ, ആകാശ് ദീപ്, ആവിസ് ഖാൻ, ഷഹബാസ് അഹമ്മദ്, ദിഗ്വിജയ് സിംഗ് റാട്ടി, വില്യം ഒറൂഖ്. റോയൽ ചലഞ്ചേഴ്സ് ടീം ആരൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ സാൾട്ട്, വിരാട് കോഹ്ലി, മയങ്ക് അഗർവാൾ, രജത് പട്ടീദാർ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, റൊമാരിയോ ഷെപ്പേർഡ്, കൃണാൽ പാണ്ഡ്യ, ഭുവനേശ്വർ കുമാർ, യാഷ് ദയാൽ, ബ്ലേസിംഗ് മുസാറബാനി, സുയ ശർമ്മ എന്നിവരാണ്. എന്താണെങ്കിലും വാശിയേറിയ മത്സരമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ ഫലം എന്താണെന്നുള്ളതും ഇന്ന് നമുക്കറിയാൻ സാധിക്കും.